ഇന്ന് നമുക്ക് സിൽക്ക് കോട്ടൺ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു പവിത്ര സിൽക്കിൻ്റെ സാരിയുടെ കളക്ഷൻ ഇട്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതേപോലെ തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ, നല്ല ലൈറ്റ് വെയ്റ്റ്. പവിത്ര സിൽക്കിൻ്റെയൊക്കെ മെറ്റീരിയൽ എങ്ങനെയാണോ അതേ ഒരു ഫീലിൽ വരുന്ന മെറ്റീരിയലാണ്. 2200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസാണ്. ബ്ലൗസും പല്ലുവും അതിൻ്റെ ബോർഡറും കോൺട്രാസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വൈൻ പിങ്ക് കോമ്പിനേഷനാണ്. വൈൻ പിങ്ക് കോമ്പിനേഷനിൽ ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോണിലാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡർ വരുമ്പോൾ ഇതിനകത്ത് ഈ പിങ്കും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണിലായിരിക്കും അതിൻ്റെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ആ പിങ്കും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. എന്നിട്ട് അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഗ്രീനിഷ് ടോണിൽ വന്നിരിക്കുന്ന മുന്താണിയിൽ ഇതേപോലെ ഒരു വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ബോഡിയിലും ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒരു വീവ് ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സാരീസ്. അപ്പോൾ നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ കണ്ടോ, ഇതേപോലെ ആ ഒരു ഗ്രീനും പിങ്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഡബിൾ ടോണിൽ വന്നിരിക്കുന്ന ചെറുതായിട്ടൊരു ഡബിൾ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ബ്ലൗസിൽ. അങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. 2200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പർപ്പിൾ, അതായത് പർപ്പിൾ ടോണിൽ ഇതേപോലെയാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ഇതേപോലെ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന മുന്താണി. എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ടോണിലേക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. മുന്താണി ആൻഡ് ബ്ലൗസ് ഇങ്ങനെ ബ്ലൂയിഷ് ടോണിൽ വരും. 2200. അടുത്തത് നമ്പർ 3 ആണിത്. നമ്പർ 3. അടുത്തത് വരുന്നത് ഒരു ബേജ്, ഒരു ബേജിൻ്റെ ഒരു ടോൺ, ഒരു ഗ്രേ ബേജ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പർപ്പിൾ ടോണിലാണ് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. ഇതിന് ബോർഡർ ഇല്ല കേട്ടോ, വിത്തൗട്ട് ബോർഡറാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഒരു പർപ്പിൾ ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. ഒരു ഗ്രേ ബേജ് ആൻഡ് പർപ്പിൾ ടോൺ, സാരി നമ്പർ 3. സാരി നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി പറയാം. സാരി നമ്പർ 4 വരുമ്പോൾ ഇതൊരു നല്ലൊരു ബ്ലൂവും പർപ്പിളും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. എന്നിട്ട് അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഒരു ബ്ലൂയിഷ് ടോണിൽ വന്നിരിക്കുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ആ ബ്ലൂയിഷ് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. എന്നിട്ട് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ബോർഡറും വരും ബ്ലൗസിന്. സാരി നമ്പർ 5 വരുമ്പോൾ എല്ലാം ഇതിൻ്റെ നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആട്ടോ. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു മെറൂൺ ഗ്രീനിഷ് ടോൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ബോർഡറാണ് വരുന്നത്. മുന്താണി വരുമ്പോൾ ഇതേപോലെ ആ ഒരു മെറൂൺ ടോണിലേക്ക് വരുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് സ്ലീവ് എൻഡിൽ ആ ഒരു ഡാർക്ക് മെറൂൺ ടോണിലേക്ക് വരുന്ന ബോർഡർ. സാരി നമ്പർ 5, 2200. സാരി നമ്പർ 6 വരുമ്പോൾ 6 ഒരു ബ്രിക്കിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്രിക്ക് പീച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള പോലെയുള്ളൊരു ഷെയ്ഡ്. ഇങ്ങനെ ഗ്രീനാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ഇതേപോലെ ആ ഗ്രീനിൽ വരുന്ന ബ്ലൗസ് ഇങ്ങനെ വരും. സാരി ആൻഡ് ബ്ലൗസ്. സാരി നമ്പർ 7 വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനിൽ ഇതേപോലെ ഒരു മെറൂണാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, മെറൂണാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്.
ബ്ലൗസ് വരുമ്പോൾ ആ മെറൂണിൽ തന്നെ വരുന്ന മെറൂൺ, ഇതിനകത്തൊക്കെ വരുമ്പോൾ ചെറിയൊരു ഗ്രീനിഷ് ടോണും കൂടെ കയറി വരുന്ന ഒരു ബ്ലൗസിൻ്റെ കളർ അങ്ങനെയായിരിക്കും കേട്ടോ. അടുത്തത് വരുന്നത് സാരി നമ്പർ 8 വരുമ്പോൾ ഒരു മെറൂൺ, ഒരു റെഡിൻ്റെ ഒരു ടോൺ അല്ലേ, നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ ഇത്. എക്സാക്റ്റ് ഭയങ്കര ഡീപ്പ് റെഡ് അങ്ങനത്തെ റെഡും അല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതേപോലെ ഒരു പീക്കോക്ക് ഗ്രീനിലേക്ക് വന്നിരിക്കുന്ന മുന്താണി, അതേപോലെ തന്നെ വരുന്ന ബ്ലൗസ്. നല്ലൊരു കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളർ. സാരി നമ്പർ 8 അല്ലായിരുന്നു 8. സാരി നമ്പർ 9 വരുമ്പോൾ ഇതാണ്. 9 ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡറാണ്. സാരി നമ്പർ 9. ഇതൊരു ബേജിൻ്റെയൊക്കെ ഒരു ഗ്രേ ബേജ് അങ്ങനെ ഒരു ഷെയ്ഡ്. ഇതാണ് പർപ്പിൾ ടോണിലേക്ക് വന്നിരിക്കുന്ന മുന്താണി ആൻഡ് ബ്ലൗസ്. സാരി നമ്പർ 9. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടാണ്. നമുക്ക് ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയൽ അല്ല, നമുക്ക് സമ്മറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സാരി നമ്പർ 10 വരുമ്പോഴും നല്ലൊരു ഗ്രീൻ. ഇതൊരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ. ഇതാണ് ഒരു മെറൂൺ ബ്രൗൺ കോമ്പിനേഷൻ ബോർഡർ വരുന്ന. ഇതേപോലെയാണ് മുന്താണി ആൻഡ് ബ്ലൗസ്. നല്ല കോമ്പിനേഷൻസാണ് ഇതെല്ലാം, ഒരു റെയർ കോമ്പിനേഷൻസ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം. സാരി നമ്പർ 11 നല്ലൊരു ഡാർക്ക് ഗ്രേ ആൻഡ് ഒരു പിങ്കിഷ് മെറൂൺ പോലുള്ളൊരു ഷെയ്ഡ്. ബ്ലൗസ് വരുമ്പോൾ ഈ ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. അതിനകത്ത് എന്നാന്ന് വെച്ചാൽ ആ മെറൂണും ഒരു ഗ്രേയും കൂടെ ബ്ലെൻഡായിട്ടാണ് അതിനകത്ത് ആ ബ്ലൗസിലും ത്രെഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡിലേക്ക്, അപ്പോൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലേക്ക് വരും. സാരി നമ്പർ 11. സാരി നമ്പർ 12 വരുമ്പോഴും ബോഡി കളർ വരുമ്പോൾ ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു മെറൂണും ബ്രൗണും കൂടെ ഒരു ചേർന്ന ഒരു ഷെയ്ഡ്. ഇതേപോലെ ഗ്രീനിലാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ഇതേപോലെ ഗ്രീനിൽ വരുന്ന ബ്ലൗസ്, അതായത് ഗ്രീനിൽ എന്നിട്ട് ആ ബോഡി കളറും കൂടെ ചെറുതായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. 2200 ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത്. 13 വരുമ്പോൾ നോക്കി നല്ല ഭംഗി, ഒരു റസ്റ്റ് ഓറഞ്ചും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. ഒരു ഗ്രീനിൽ തന്നെ വരുന്ന ബ്ലൗസ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു പീക്കോക്ക് ഗ്രീനിലേക്കാട്ടോ ഇതിൻ്റെ ബ്ലൗസും മുന്താണിയൊക്കെ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. ലാസ്റ്റ് സാരി 14 അല്ലേ, 14 നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്, ഒരു ഒണിയൻ പിങ്കിനോട് സാമ്യമുള്ളൊരു പിങ്ക് ഗ്രീൻ. ബ്ലൗസ് വരുമ്പോഴും ഇതേപോലെ ഗ്രീൻ. ഇതാണ് ബ്ലൗസ് വരുന്നത്, ഗ്രീൻ. സാരി നമ്പർ 14. 2200 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.